ഒരു സ്ത്രീ, അല്പം പ്രായം ചെന്ന സ്ത്രീയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞാണ്, ഐസാണ്. അതിൽ അവരുടെ സമയം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ കണ്ടത് അവരുടെ അയൽക്കാരോ അല്ലെങ്കിൽ ബന്ധുവോ ആണെന്ന് അറിയില്ല, അവരെയും ക്ഷണിക്കുകയാണ്, അവരോട് പറയുകയാണ്, നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ റെഗുലർ ലൈഫിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ഇതുപോലെ യു ഷുഡ് ഓൾസോ എൻജോയ് യുവർ ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു റെഗുലർ മൊണോട്ടണസ് രീതിയിലുള്ള ജീവിതത്തിൽ നിന്ന് മാറി അല്പം ബ്രേക്ക് എടുത്ത് സ്വന്തം ഒരു എന്താ പറയുന്നത്, ഒരു നേച്ചറിനെ കണ്ടെത്താനുള്ള ഒരു കാര്യം കൂടി ചെയ്യണമെന്നാണ് അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഞാനൊരു കാണുന്നത് അല്പം പ്രായം ചെന്ന വ്യക്തിയാണ്, ഷീ ഈസ് എൻജോയിങ്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടത് ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട്, പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവുമായിട്ട് അടങ്ങുന്ന ഒരു വീഡിയോയിൽ കൂടിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മതപണ്ഡിതൻ ഒരു പ്രഭാഷണത്തിൽ ഈ ഒരു കാര്യത്തെ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നുണ്ട്, വയസ്സായാൽ നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് എന്താ പറയുന്നത്, നിങ്ങളുടെ മതപരമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫിനുള്ള കാര്യം ചെയ്യണം എന്ന കാര്യം ഒരു കേസ് സ്റ്റഡി പോലെ ഇവരുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, സോ ആദ്യം ഈ ഒരു കാര്യം വലിയൊരു വിവാദമായി. അതായത് ഈ മതപണ്ഡിതൻ അല്ലെങ്കിൽ ഈ ഒരു ഉസ്താദ് ഈ ഒരു വ്യക്തിയുടെ, ഈ സ്ത്രീയുടെ അവരുടെ പാസ്റ്റ് ടൈമിൽ ചെയ്ത കാര്യത്തിന് എന്തുകൊണ്ട് അഭിപ്രായം പറയണം എന്നുള്ളത്, എന്തുകൊണ്ട് കേസ് സ്റ്റഡി ചെയ്തു എന്നുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ചില രസകരമായ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് എൻ്റെ റിഫ്ലക്ഷൻസാണ്. സോ എൻ്റെ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അപ് ടു യു. പക്ഷേ ഈ രീതിയിലുള്ളൊരു ചിന്തയും നല്ലതാണ്, ആസ് എൻ ആൾട്ടർനേറ്റ് തിങ്കിങ്. സോ ഐസൊലേറ്റഡ് ഇൻസിഡൻ്റായി എടുക്കുക. ഒരു വ്യക്തി അവരുടെ കാശിൽ, അവരുടെ സമയത്ത് അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഓക്കെ, പുതിയ കാലഘട്ടമാണ്, ഒബ്വിയസ്ലി വീഡിയോസ് എടുക്കും, വീഡിയോ എടുത്തു, അതിൻ്റെതായ ടോൺ നൽകി. പിന്നീട് ചില ആൾക്കാർ അത് ഏറ്റെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാവൽസ് കമ്പനിയാണെന്ന് തോന്നുന്നു. അവരുടെ പാക്കേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സിനെ വിപുലീകരിക്കാൻ ഈ ഒരു വീഡിയോ ഉപയോഗിച്ചു. നല്ല രീതിയിൽ വൈറലാക്കപ്പെട്ടു. ബിക്കോസ് ആ ഒരു വീഡിയോ ആ രീതിയിൽ ഷൂട്ട് ചെയ്തതായിരുന്നു, ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു അതിൽ. അതിനുശേഷം പിന്നീട് ആ മതപണ്ഡിതൻ ഈ ഒരു കാര്യം പ്രതിപാദിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്, കൊച്ചു കേരള സംസ്ഥാനത്ത് ഇതിന് പല രീതിയിലുള്ള നിറങ്ങൾ നൽകപ്പെട്ടു. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ഒരു ടോൺ. ഒബ്വിയസ്ലി ഉസ്താദ്, മതപണ്ഡിതൻ എന്നുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, ഇപ്പോഴും പെടുന്നുണ്ട്. അതോടൊപ്പം വളരെ ഇസ്ലാമിനെ പൊതുവെ പറയാറ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാറില്ല, വീട്ടിലിരുത്തി ഒതുങ്ങി ജീവിക്കാനാണ് പറയാറ് എന്നുള്ളതാണ്. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ കൂടി വന്നു. അതായത് മതപണ്ഡിതൻ്റെ പ്രഭാഷണ വീഡിയോയിൽ കൂടി വന്നു. പിന്നീട് മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രമുഖ വിഭാഗം ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ ഒരു വിഭാഗത്തെയും കൂടുതൽ ചോദ്യം ചെയ്തു. പല കൂട്ടുകാരും അതിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തും സംസാരിച്ചു. പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. ആസ് വിത്ത് എനിത്തിങ്, കേരളത്തിൻ്റെ കാര്യമാണ്, നമ്മുടെ രാജ്യത്തുള്ള ബാക്കിയുള്ള കൂട്ടുകാരും ഒബ്വിയസ്ലി അത് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തു. അപ്പോൾ ഇതിന് റിലീജിയസ്, മതപരമായിട്ടുള്ള ഒരു ടോണ് നൽകുന്നതിൽ കൂടി മാത്രമല്ല, അതിലുപരി അതിനൊരു സംസ്ഥാനം, അതായത് കേരള എന്നുള്ള ആ സംസ്ഥാനത്തിൻ്റെ USP ആയിട്ടുള്ള 100% ലിറ്ററസി സാർ, ഞങ്ങൾ എന്താ പറയുന്നത്, വി ആർ വെരി ഗുഡ് സാർ, സൂപ്പർ സാർ, അങ്ങനെയൊക്കെയുള്ള ഒരു ടോണ് വെച്ചിട്ടുള്ള കമൻറ്റും ആ രീതിയിലുള്ള ഒരു ലൈം ലൈറ്റും ഈ ഒരു സിറ്റുവേഷന് നൽകപ്പെട്ടു. പിന്നീട് ഞാൻ കാണുന്നത് ഈ സ്ത്രീയുടെ മോള് പറയുന്നു, ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു. സോ ഷീ വർക്ക്ഡ് റിയലി ഹാർഡ്, എന്നിട്ടാണ് അവരുടെ കുട്ടികളെ വളർത്തിയത്. സോ അവർക്ക് ഇതുപോലെ ജീവിതം ഒരല്പം
ആശ്വസിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് സമയം ചെലവഴിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. സോ സ്ത്രീ ശാക്തീകരണം വന്നു അവിടെ. ഇസ്ലാമിൻ്റെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന കാര്യം അവിടെ വന്നു. അതോടൊപ്പം കേരള സംസ്ഥാനം 100% ലിറ്ററസി ആയിട്ടും പിന്നോക്കമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്താഗതി പുലർത്തുന്ന ആളാണ് എന്നല്ലെങ്കിൽ ആൾക്കാരാണ് എന്ന രീതിയിലുള്ള കാര്യം വന്നു. ഉസ്താദിനെ ചോദ്യം ചെയ്തു. ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ പറഞ്ഞ പല പ്രഭാഷണങ്ങളും. അതോടൊപ്പം പൊതുവെ ഈ ഉസ്താദ് കമ്മ്യൂണിറ്റിയെ നിർത്തിപ്പൊരിക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇപ്പോഴും കാര്യങ്ങൾ ഇസ് ഇൻ ഹോട്ട് സീറ്റ്. സോ എനിക്ക് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും പല കൂട്ടുകാരും പറയുന്നത്. അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ലിവിങ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിന്തിക്കാനും സംസാരിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് തീർച്ചയായിട്ടും. ഈ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു റിയാക്റ്റ് ചെയ്യുന്ന പ്രതികരിക്കുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുന്നു, ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫാമിലി സർക്കിളിൽ ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നു. അതിനെ റെക്കോർഡ് ചെയ്ത് വൈഡർ അറ്റ്മോസ്ഫിയറിൽ വൈഡർ സൊസൈറ്റിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ ഒബ്വിയസ്ലി ഓഡിയൻസ് എന്നുള്ളത് എൻ്റയർലി ഡിഫറെൻ്റാണ്. ഞാനിത് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, മറിച്ച് ആ ഉസ്താദ് പ്രഭാഷണം കൊടുക്കുന്ന ആ ഒരു വേദി എന്നുള്ളത് ആ ആംബിയൻസ് ഡിഫറെൻ്റാണ്. അദ്ദേഹം പലതും പറയും. സോ ആ ഒരു സമയത്ത് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പിന്നീട് വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി സോ മെനി കോൺഫ്ലിക്ട്സ്. അത് എല്ലാവരുടെ കാര്യത്തിലും വരും. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ് റൂമിൽ ഞാൻ പല കാര്യങ്ങളും പറയും. പക്ഷേ ആസ് എ ടീച്ചർ ഐ ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ തീർച്ചയായിട്ടും നിർവഹിക്കണം. ഉസ്താദിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ വളരെ ആലോചിച്ച് ഓരോ കാര്യവും സംസാരിക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമോ അല്ലെങ്കിൽ കുടുംബ സദസ്സോ അല്ല, മറിച്ച് ഇതൊരു ലോകം, ഈവൻ അത് ചിലപ്പോൾ ഇന്ത്യയുടെ ബോർഡർ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വരെ എലോങ് വിത്ത് ഇറ്റ്സ് എന്താ പറയുന്നത് സബ് ടൈറ്റിൽസ് വരെ പോകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളതാണ്. അത്രത്തോളം അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. സോ ഇഫ് ഐ എം എ സോഷ്യൽ സ്പീക്കർ, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് പൊസിഷനിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പും ഇസ്ലാമുമായി ബന്ധപ്പെട്ടല്ല, പല മതങ്ങളിലും പെട്ട അവരുടെ ആചാര്യന്മാരും അവരുടെ ലീഡേഴ്സും പറഞ്ഞ കാര്യങ്ങൾ, ഈവൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അടർത്തി പിന്നീടുള്ള വേറൊരു സിറ്റുവേഷനിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാം, മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് നൺ ഓഫ് എനി വൺസ് ബിസിനസ്. അതും വളരെ വലിയ സത്യം തന്നെയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാനുള്ളത്, ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതം അവരുടേതായ രീതിയിൽ ജീവിക്കുമ്പോൾ അതിനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ഫോട്ടോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. ബിക്കോസ് എവ്രി വൺ ഹാസ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അത് ചിലപ്പോൾ അനുകൂലിച്ചും ചിലപ്പോൾ പ്രതികൂലിച്ചും, അല്ലെങ്കിൽ അവർക്ക് ആ കമൻ്റ് എഴുതുന്ന ആൾക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു മൂഡ് സ്വിങ് അനുസരിച്ചായിരിക്കും പ്രതികരിക്കുന്നത്. സോ അതിനെതിരെയും പ്രതികരിക്കാം, അങ്ങനെയും പ്രതികരിക്കുന്നു. നമ്മുടെ മീഡിയ ഒബ്വിയസ്ലി ദേ ആർ ഇൻ സെർച്ച് ഫോർ ബ്രേക്കിംഗ് ന്യൂസ് ആൻഡ് ഹോട്ട് ന്യൂസ്. ഇങ്ങനെ സ്കൂപ്പ് നേടി നടക്കുന്ന മീഡിയ ചില കാര്യങ്ങൾ ചെറുപ്പിക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്യുന്നു. പിന്നീട് അത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ നാഷണൽ മീഡിയയിലെത്തുന്നു. സോ കാര്യങ്ങൾ കുറേ കൂടി കൈവിട്ടു പോകുന്നു. തീർച്ചയായിട്ടും ഈ മീഡിയ കൊണ്ടുവരുന്ന ന്യൂസിൻ്റെ അടുത്ത സ്റ്റേജ് എന്നുള്ളത് ഈവനിങ് ഡിസ്കഷനാണ്, റൗണ്ട് ടേബിൾ ഡിസ്കഷനാണ്. അത് കഴിഞ്ഞ് പിന്നീടുള്ള നെക്സ്റ്റ് തേർഡ് ഫേസ് എന്നുള്ളത് നൈറ്റ് 9 PM ഡിബേറ്റാണ്. സോ ഇതിലെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്.
അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തുള്ള പല വലിയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു, ഒഴിവാക്കപ്പെടുന്നു. ചില കൂട്ടുകാരൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യമായി പർവ്വതീകരിച്ച് കൊണ്ടുവരുമ്പോൾ അവർ ആ പർവ്വതീകരണത്തിൻ്റെ അകത്ത് ഒളിപ്പിക്കുന്ന പല വലിയ കാര്യങ്ങളും ഉണ്ടാകും. നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. സോ റെലവൻ്റ് ആയിട്ടുള്ള, ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കൂടുതൽ കാര്യങ്ങൾ അത് ഒഴിവാക്കപ്പെടുന്നു. നേരെ മറിച്ച് ചില വ്യക്തികൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ വളരെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത്, ലൈംലൈറ്റ് ചെയ്ത്, വലിയ കാര്യമായി ഡിസ്കസ് ചെയ്ത് ഒരു സമൂഹത്തെ, ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു മതത്തെ, ഒരു സംസ്ഥാനത്തെ ചോദ്യങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നു. ഇത് ഫെയറാണോ? എനിക്ക് ഫെയറായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവരും അവരുടേതായ രീതിയിലാണ് ജീവിക്കുന്നത്. എവറി വൺ ഹാസ് പ്രോബ്ലംസ്. സോ പ്രോബ്ലംസ്, പേഴ്സണൽ പ്രോബ്ലംസ് എന്നുള്ളത് അതൊരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു കമ്മ്യൂണിറ്റിയുടെയും ഒരു മതത്തിൻ്റെയും ഒക്കെ പ്രോബ്ലമാക്കി മാറ്റാതെ ലീവ് ആൻഡ് ലെറ്റ് ലീവ്, അതല്ലേ നല്ലത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ആ സ്ത്രീയെയോ അല്ലെങ്കിൽ ആ ഉസ്താദിനെയോ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം കമൻറ്റ് ചെയ്തവരെ ഞാൻ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല. അത് ചെയ്യാനുള്ള ഒരു അവകാശവും എനിക്കില്ല. കാരണം ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ ചെയ്ത കാര്യങ്ങളാണ്. ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ, അത് ഏത് വേദിയാണെങ്കിലും, ഈവൻ വീട്ടിലാണെങ്കിൽ പോലും, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ മൊബൈൽ വെച്ച് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് സൂക്ഷിക്കുക. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ യു വിൽ ബി ക്വസ്റ്റ്യൻഡ്. വീട്ടിൽ മാത്രമല്ല, നാട്ടിൽ മാത്രമല്ല, രാജ്യത്തിൽ ഉടനീളം ക്വസ്റ്റ്യനിങ് നടക്കപ്പെടും. അതിന് ആൻസർ ചെയ്ത് നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.